ഈ സന്തോഷിന്റെ ഇടയ്ക്ക് ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ട് ലാലേട്ടന്റെ ഫാൻസ് അടുത്ത കാലത്തായിട്ട് മാറിയിരുന്നു? കാരണം ലാലേട്ടന്റെ പല സിനിമയും ഫ്ലോപ്പായിരുന്നു, ചില നെഗറ്റീവ് ഉണ്ടായിരുന്നു. നെഗറ്റീവ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ പോസിറ്റീവ് ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, ഡോങ്ങിന്റെ ഏറ്റവും വലിയ മോഡൽ തന്നെയാണ്. അത് ഞാൻ എന്നും പറയണം. പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കുറിച്ച്. പക്ഷേ എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നു, കണ്ണൂസ്കോട് ഇറങ്ങിയപ്പോഴും പ്രൊസാക്ക് ഇറങ്ങിയപ്പോഴും ബീസ്പി ഇറങ്ങിയപ്പോഴും മറ്റേ കാറിൽ ഇറങ്ങിയപ്പോഴും ഒരു മോഡൽ ഫാൻസുകാരും മമ്മൂട്ടി പറഞ്ഞ് ഡിഗ്രി ചെയ്യുന്നതിനല്ല. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫിലിം നന്നായിട്ട് വന്നപ്പോൾ ഡിഗ്രി ചെയ്യുന്നില്ല. ഇത് ശരിയായ പ്രവർത്തിയല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്ന? അത് മറ്റേ പുതിയ സഹിക്കാൻ വയ്യ. അതന്നെ ഇത് നമ്മൾ ഭയങ്കര കോമ്പറ്റീഷനാണല്ലോ. ഇനിയിപ്പോൾ മലയക്കോട്ട് വളർന്നു വരുന്നു, വളർന്നു വരും. ഇങ്ങനെ വരുമ്പോൾ മോഹൻലാൽ ആ ബോക്സ് ഓഫീസിൽ എടുത്തു ബോക്സ് ഓഫീസിൽ ഇതാവുമെന്ന് പേടിയുണ്ടാവും. ഇന്നലെ മമ്മൂക്ക ലാലേട്ടൻ്റെ വെറുതെ പറഞ്ഞാൽ ഇപ്പം മരക്കാരെ മോഡൽ നന്നായിട്ട് പോരാണ്. 13 പെട്ടെന്ന് 50 കോടി റെഡിയാണ്. മരക്കാർ നല്ലൊരു കളി നടന്നിട്ടുണ്ട്. അതെന്താണ് ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല. നല്ലൊരു കളി നടന്നുണ്ട്. അങ്ങനെയാണ് മോഡൽ ഡൗൺ ആയത്. എന്താണ് അങ്ങനെ കളി നടന്നത്? അതാണ് മരക്കാരുടെ പടം അവർ OTT ഇറക്കാൻ വേണ്ടി ഇരുന്നതാണ്. അത് തിയേറ്ററിൽ ഇറക്കാൻ പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ പിന്നെ ആര് കളിച്ചതാണ്? പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞാൽ പടം തിയേറ്ററിൽ ഇറങ്ങണോ, OTT ഇറക്കാൻ പാടില്ല. OTT ഇറങ്ങിയ നഷ്ടം വരില്ലേ? അതിൻ്റെ പിന്നെ ആരാ കളിച്ചിരിക്കുന്നത്? അറിയണ്ടല്ലേ ലാലേട്ടൻ ഡൗൺ ആയി പോയത്. അത് പ്രതിഭകളെ എന്നും പ്രതിഭകളാണ്. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോഹൻലാൽ ഒരു ബോൺ ആക്ടറാണ്. അയാൾ അഭിനയിക്കും പോലെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. അത് എന്തൊരു ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്, ലോക സിനിമയുടെ ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളാണ് മോഹൻലാൽ. അത് എല്ലാ കാലത്തെയും പറഞ്ഞു. പുള്ളിക്ക് നല്ല സ്ക്രിപ്റ്റുകൾ കിട്ടണം. ഇപ്പോഴാണ് കിട്ടിയത്. നല്ല സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മോഹൻലാൽ നന്നായിട്ട് പെർഫോം ചെയ്യും. സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലാലേട്ടൻ കുറച്ച് മടി പിടിക്കുന്നതുകൊണ്ടല്ലേ സ്വയം ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നുണ്ട്. എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ല. മമ്മൂട്ടിയാണ് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ന്യൂ കമേഴ്സ് ചാൻസ് കൊടുക്കുന്നുണ്ട്. മമ്മൂട്ടി എന്താണ് സിനിമ, ഫാമിലി, ഈ രണ്ട് കാര്യമാണ്. മോഡൽ അങ്ങനെയല്ല. ബിസിനസ്സിലെ കൂടുതലധികം കഥ കേൾക്കുന്ന ആൻഡി ബിംബാറാണ്. പിന്നെ അങ്ങനെ ശരിയാവും. കഥ കേൾക്കേണ്ട മോഡലാണ്. ബിസിനസ് സൈഡും ആൻഡി ബിംബാറും മോഡൽ സിനിമയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. ഈ കഥ മോഡൽ കഥ കേട്ടാൽ ശരിയാവുള്ളൂ. സിബി മലയെ പറഞ്ഞില്ലേ, പോയിട്ട് പറയാൻ പറ്റിയില്ല. മോഹൻലാൽ തന്നെ കഥ കേൾക്കണം. ഇനിയിപ്പോൾ ഈ പടം കഴിഞ്ഞാൽ ഇനി വരുന്ന എല്ലാം ബിഗ് ബഡ്ജറ്റാണ്. ഈ പടം മാത്രമേ ഉള്ളൂ ഒരു ആക്ടിങ് കൊണ്ടിട്ട്. ഇനി വരുന്ന എല്ലാം ബിഗ് ബഡ്ജറ്റ് ഫിലിംസാണ്. അല്ല എത്രത്തോളം വലയക്കുറവ് വല്ലതും പിന്നെ അഭിനയം സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ റിസ്റ്റിബിയുടെ വലിയ അഭിനയം തോന്നുന്നില്ല. അത് സ്റ്റാർട്ടപ്പ് ഫിലിമാണ്, മാസ് ഫിലിമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയാണ് വെറൈറ്റി ചെയ്യുന്നത്, പല ജോണറും ചെയ്യുന്നത്. ടർബോ മാസ് ഫിലിമാണ്, മറ്റേ ബഷൂർക്ക സ്റ്റൈലിഷ് ഫിലിമാണ്. ഒപ്പം തന്നെയാണ് കാതൽ, കണ്ണൂർ സ്ക്വാഡ് ഇതെല്ലാം ചെയ്യുന്നത്. ഏറ്റവും വെറൈറ്റി ജോണർ ഇപ്പം ചെയ്യുന്നത് മമ്മൂട്ടി തന്നെയാണ്. പക്ഷെ മോഹൻലാൽ വിജയമായിട്ട് അനിവാര്യമായി.